ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് എൻ്റെ പെട്ടി പൊളിക്കൽ വീഡിയോ. ഓക്കെ, കഴിഞ്ഞ വട്ടത്തെ എൻ്റെ പെട്ടി പൊളിക്കൽ വൻ ഹിറ്റായിരുന്നു, ആഫ്രിക്കയിൽ പോയി വന്നതിന് ശേഷമുള്ള. അപ്പം ഈ വട്ടം 3.5 മാസങ്ങൾക്ക് ശേഷം 9 രാജ്യങ്ങൾ കറങ്ങി ഞാൻ വന്നിരിക്കുകയാണ് പെട്ടിയായിട്ട്. വീണ്ടും പെട്ടി ഇത് വീഡിയോ എടുക്കാനായിട്ട് പെട്ടി വാങ്ങിയ സ്ഥിതിയാണ് ഈ വട്ടമുള്ളത്. അതിനായിട്ട് പൈസയും കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതിൻ്റെ മാത്രമല്ല, വേറെയും കുറച്ച് പ്രവാസികളെ സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പം പ്രവാസിയിൽ നിന്ന കുടുംബക്കാരതാണ്, വേറെ ആരുതല്ല. കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ ഈ പെട്ടിയിൽ ഏതൊക്കെയാണ് എൻ്റെന്നും ഏതൊക്കെയാണ് കുടുംബക്കാരതെന്നും ഞാൻ പറയൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാർ ഇവിടെ വരും, കിടുക്ക് സാധനം. കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ റഷ്യ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, ജോർദാൻ, ദെൻ സൗദി അറേബ്യ, ഇന്ത്യ, ബാക്ക് ടു മൈ ഹോം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഉമ്മ ഒരു പെട്ടി കൂടി ഇല്ലേ ഓൾറെഡി കൊറിയർ വന്ന് അതിരിക്കും. അതായത് ഇറാന്ന്, പിന്നെ എൻ്റെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും, ഇറാനിലൊരു മലയാളി ഉണ്ടായിരുന്നു. പിന്നെ ഓൻ കാറിൽ വേൾഡ് കറങ്ങാൻ വേണ്ടി വന്ന ഓൻ ഷെങ്കൻ വീസ എടുക്കാൻ വേണ്ടി നാട്ടിൽ പോയപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് സാധനം ഓൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൻ അതെന്താക്കിയിട്ടുണ്ട്, ഓൻ്റെ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ഓൾറെഡി വന്നിട്ടുണ്ട്, അത് പൊട്ടിച്ചിട്ടില്ല. അതുകൂടി നമുക്കിതിൽ റിവീൽ ചെയ്യാം. അത് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം ബിഗ് പെട്ടി. അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വട്ടം എനിക്ക് വ്യൂ കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രവാസികളുടെ കഷ്ടപ്പാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവാസികൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സാധനം അയക്കുന്നത്. അത് സൗദി അറേബ്യയിലും എല്ലാ നാട്ടിലും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ചിന്തയില്ല. രാവിലെ എണീക്കുക, പണിക്ക് പോവുക, തിരിച്ചു വരിക, കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, പണിക്ക് പോവുക, തിരിച്ചു വരിക. ഇതാണ് ഒരു പ്രവാസീൻ്റെ ജീവിതം കേട്ടോ. കഷ്ടപ്പാട് തന്നെയാണ്. പിന്നെ ഒരു മഴ കാരണം ഒരാൾ കുടയും ചൂടിയിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കണ്ണാപ്പി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഓൾറെഡി സ്കൂള് വരെ ലീവാക്കിയിട്ട് ആശാൻ വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഇവർക്ക് പ്രവാസികളെ കഷ്ടപ്പാട് എപ്പോഴാണ് മനസ്സിലായത്. ഞാൻ 20 കൊല്ലം പ്രവാസിയായാളാ, എന്നെ കഷ്ടപ്പാടാൻ ഇതുവരെ പറയുന്നില്ലല്ലോ. അത് പറഞ്ഞില്ലേ? എന്താ ഒന്നുകൂടി പറയാം. അന്ന് ഇതിനും കഷ്ടപ്പാടാ. പിന്നെ എന്താ കത്തിക്കായിട്ട് മനസ്സില, അതൊന്നും ഓർമ്മയില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോ ഉമ്മ കത്തിയും പിടിച്ച് നിൽക്കുന്നു. ഈ വട്ടം ദീനി. ഇതാണ് ആ സാധനം കേട്ടോ. ഇത് ചെറുതാണല്ലോ, ഇതിലൊന്നും ഇല്ലല്ലോ. കൊറേ കഴിച്ചിനല്ലോ ഞാനല്ലല്ലോ കഴിച്ചേ. ഓക്കെ, അപ്പം പെട്ടി പൊളിക്കൽ സംഭവമാണ്. അപ്പൊ ആദ്യം ഇത് 29,700 ഉണ്ട്. അപ്പം ഇത് ആയിട്ടില്ല, പൊളിക്കാം. ഇതിങ്ങോട്ട് മാറിക്കട്ടെ. ആദ്യം ഈ ബാഗിൽ എന്താ ഉള്ളത് നോക്കിയിട്ട് പറഞ്ഞേ. തിരുമ്പാളിലേക്ക് ഇത് എൻ്റെ ചാർജർ ഐറ്റംസ്. ഇത് ഞാൻ ഇറാനിൽ നിന്ന് വാങ്ങിയ എൻ്റെ ടർക്കി തോർത്ത്. ഇത് ഞാൻ ജോർദാനിൽ നിന്ന് വാങ്ങിയ എൻ്റെ ബനിയൻ. ഇത് ഞാൻ ഷൂ ഒക്കെ ഇട്ടേക്കുന്നത്. ഇത് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിയ പുതിയ ഒരു ഷർട്ടും ഒരു ബനിയനും. ഓക്കെ, ഇത് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വാങ്ങിയ എൻ്റെ തൊപ്പി. ഇത് ഞാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ എൻ്റെ ട്രൗസർ. ഇത് ഞാൻ ജോർദാനിൽ നിന്ന് വാങ്ങിയ എൻ്റെ ബനിയൻ. ഇത് ഞാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത്. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വാങ്ങിയ എൻ്റെ തലയിലിടുന്ന സാധനം. ഇത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ട്രൗസർ. അഫ്ഗാൻ ഡ്രസ്സൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ ഇതൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് മേടിച്ചത്. അതൊക്കെ ഇവിടെ പോകുമ്പോണ്ടല്ലോ, അതൊക്കെ ഇവിടുന്ന് പോകുമ്പോഴേ ഉണ്ട്. പിന്നെ ഇതാ ഉള്ളത് പറയാൻ മാത്രം. ഇത് ഞാൻ കറങ്ങിയ ഓരോ രാജ്യത്തിന്റെ സുവനീഴ്സ് ആണ്. ഇത് ഇറാഖ്. ഓക്കെ, ഇതൊന്നല്ല ഉള്ളത്. ഇത് ഇറാഖ്. ഇത് ജോർദാൻ. ഇതൊന്നും എനക്കല്ല, നോക്കല്ലേ ഈ ഇതും ജോർദാൻ. അപ്പം ഇറാൻ വരെ ഉള്ളത് ഞാൻ ഓൾറെഡി അയച്ചത് കൊണ്ട് അത് നമ്മൾ ഈ പെട്ടിയിലേക്ക്. അപ്പോൾ ഇത് നമുക്ക് പൊളിച്ച് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എടുത്ത് തീരിട്ടിട്ട് ഇടട്ടോ. ഒരു മിനിറ്റ് എടാ, എടുത്ത് വെക്കണത് കഴിഞ്ഞില്ലേ? ഈ ബോക്സ് കൂടി എടുക്കടാന്നൊക്കെ. എൻ്റെ എത്ര വയസ്സിന് മൂത്ത അറിയാൻ
എന്റെ വാപ്പാന്റെ പ്രായം ഉണ്ട് എനിക്ക് അറിയോ. ഓക്കെ വാ എടാ കുറച്ച് ഇവിടെ കയറി ഇരുന്നോ. അവിടെ ഇരിക്കാൻ പറ്റുമോ? അവിടെ കോടയൊക്കെ മാറ്റിയിട്ട് കിട്ടുണ്ടോ? വെച്ച് ഇവിടെ വന്നിരിക്കേ. ഉമ്മ ഇവിടെ വന്നിരിക്കേ. ഇവിടെ കയറുമ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അല്ല ഒന്ന് അനിയോ കേട്ടോ. ഓന്റെ വേക്ക് നനിയെ. ഇല്ലില്ല. ഇനി വേക്കോട്ട് പോയത് കേട്ടോ. ഇവിടെ ഉമ്മ ഇവിടെ വന്നിരിക്കേ. ഇരിക്കാൻ പറ്റുമോ? എന്നാ വെച്ച് ഇവിടെ വന്നിരിക്കേ. പിന്നെ ഒരു മയത്തില് അടിച്ചാ മതി കേട്ടോ. ഈയിടെയായിട്ട് ഭയങ്കര ഓറിങ്ങാണ്. അപ്പൊ ആദ്യം ഇത് പൊട്ടിക്കാം. ഇതിന്റെ കൂട്ടുകാരന്റെ പേരിലാ വന്നത്, ആനന്ദ് സാഗർ. ഓൺ DTDCയിലാ വർക്ക് ചെയ്യുന്നത്. അതിട്ട് ഇവിടെ ഇരിക്കുമ്പോ ഇതില് അതന്നെ എനിക്കും അറിയില്ല ഓൻ എങ്ങനെ പാക്ക് ചെയ്ത് അയച്ചെന്ന്. ഉജി വാങ്ങി കൊടുത്തല്ലേ? അതന്നെ ഓൻ എങ്ങനെ പാക്ക് ചെയ്തെന്ന് അറിയില്ല. എക്സ്ട്രാ ഓൻ എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? താലിബാൻ ഉണ്ടല്ലേ ഉള്ളത് കുടുങ്ങി. ഉള്ളത് കൊണ്ട് തന്നെ കേസ് മക്കാറ്. ഇത് ഇതാണ് സുവനീസ്. ഇതാ ഓരോ രാജ്യത്തിന്റെ. ഇത് ഉസ്ബെക്കിസ്ഥാൻ. ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാനാണ്. ഇത് റഷ്യ. ഇത് റഷ്യ. ഇതൊക്കെ റഷ്യ. അയ്യോ പൊട്ടിക്കണല്ലോ എവിടോ. ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ കോട്ടാണ് കേട്ടോ. ഇതാണ് അയച്ചത്. ഇത് ടൗസർ. ഇതില് ഇതാ കൊടിയുണ്ട് ഓരോ രാജ്യത്തിന്റെ. ഇത് കസാക്കിസ്ഥാന്റെ ഫ്ലാഗാണ്. ഇത് ഉസ്ബെക്കിസ്ഥാന്റെ ഫ്ലാഗാണ്. അങ്ങനെ സുവനീസ്, കസാക്കിസ്ഥാൻ, ഇതൊക്കെ നമുക്ക് ഓർമ്മകളാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇതാ ഇത് ഞാൻ ഉപ്പച്ചിക്ക് മേടിച്ച മോതിരം. കൊള്ളുമായിരിക്കും. ഈ കാര്യം ഞാൻ മറന്നു വയ്ക്കും. അല്ല ഏണ്ട് ഇത് ഞാന് ഉസ്ബെക്കിസ്ഥാൻ നോക്കി ഇട്ടോ. പാകാമോ? ലൂസാ മറ്റേ റെഡി. റെഡി. ഓക്കെ റെഡി. ഞാൻ ഇങ്ങനെ ഞാൻ ഇടിക്കാൻ അടിച്ചടിച്ചായി. നിന്നെ തന്നെ കുടിക്കുക. ഓ വേറെ പ്രശ്നമുണ്ട്. ഭയങ്കര വലിപ്പ. എന്താ എഴുതിയത്? എഴുതാൻ പാടില്ല. അപ്പൊ നമ്മള് ബാത്റൂമിലേക്ക് പോകുമ്പോ അതില് ബാത്റൂം മോതിരിട്ട് പോകും. മൊബൈലിനുള്ളിലാണ്. ഫംഗ്ഷൻ പ്രശ്നമില്ല. അത് ഈ മതം ഇതൊക്കെ ഇവരെങ്ങനെ അറിയോ? ഇവർക്ക് അനുസരിച്ച് മാറ്റും. പണ്ട് ഫോട്ടോ ഞാൻ പറഞ്ഞ കൊട വേണം. മാമുക്കോന്റെ ഒരു കോമഡി ഉണ്ടായിരുന്നു. അതായത് പണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നായിരുന്നു ഈ വിശ്വാസികള്. അതിനുശേഷം ഹജ്ജിന് പോകുമ്പോ ഫോട്ടോ നിർബന്ധമാക്കി. പാസ്പോർട്ട് എടുക്കാൻ ഫോട്ടോ നിർബന്ധമാക്കിയപ്പോ നോ പ്രോബ്ലം. പണ്ട് ഉസ്താമാര് TV കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരേ ഉസ്താമാരാണ് എന്ത് യൂട്യൂബ് ചാനല് പൈസ ഉണ്ടാക്കണേ. യൂട്യൂബ് ചാനല് അറിവിനെ കൊടുക്കാണ് യൂട്യൂബിൽ കൂടെ. ഇതന്നല്ലേ പണ്ടേ പറഞ്ഞത്. പണ്ട് ന്യൂസൊക്കെ കാണാനാണ് പറഞ്ഞത്. വാ നമുക്ക് വലിയ വെട്ടി പൊളിക്കാലോ. വാ ഈ പെട്ടി പൊന്തൂല. എത്ര മിനിറ്റ് ആയിടാ വീഡിയോ? 9. അത്ര ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ മേലെ വശം. ഇത് അളിയനാണ് എഴുതിയത്, യാസീൻ വ്ലോഗ്. പെട്ടിക്കൊരു ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇത് ഓട്ട ഇട്ടതാണോ ഇനി എയർ ഇന്ത്യക്കാരെ അശ്രദ്ധ കൊണ്ട് ഒരു എടുത്തിട്ടപ്പോ പൊള്ളിഞ്ഞാണോ അറിയില്ല. ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കട്ടെ. ആദ്യേ കവർ ചെയ്തു. പിന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ.
കയറ് പറ്റില്ല. രണ്ട് റോളും മൂന്ന് റോൾ ടാപ്പ് വേണമെന്നില്ലേ? കനത്ത മഴയല്ലേ? കണ്ണാപ്പിയെ ഈ ഒരു കാര്യം ചെയ്യ്, അവിടെ ഇവിടെ കയറി നോക്ക്. ഫുൾ ഇട്ടൂല കുഴപ്പമില്ല. നായല്ല വീഡിയോ ഇട്ടു. നസീമിനെ വിളിക്ക്, നസീമ് വരാറിനു. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ ദുബായിൽ വരുമ്പോ നസീമാണ് ഈ വെട്ടി കിട്ടി തന്നെ. അവിടെ കേൾക്കൂല തോന്നുന്നു, ഫോണിൽ വിളിക്കുന്നു മഴ കാരണേ. പ്രവാസികൾ സാധനം വാങ്ങണ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. പ്രവാസികൾ നാട്ടിൽ വരുന്നാട്ടി ഒരു 4-5 മാസം മുന്നേ സാധനം വാങ്ങാൻ തുടങ്ങും. എങ്ങനെ അറിയോ? ഓരോ വട്ടം കാണുമ്പോൾ വില കുറഞ്ഞ് കാണുമ്പോൾ അത് വാങ്ങി വെക്കും. ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങി 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 ഇവർ ഇതേപോലെ ഒരു പെട്ടി ഓൾറെഡി സെറ്റാക്കി വെക്കും റൂമിൽ. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുപോയി തൂക്കുക വെക്കുക, തൂക്കുക വെക്കുക. എന്നിട്ട് ഓരോ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. യൂറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ. ഓ, പ്രവാസികൾ പാവുന്നുണ്ട്. അങ്ങനത്തെ പ്രവാസികൾ 20 കൊല്ലം പണിയെടുത്ത് വന്നത്. പക്ഷെ അഹങ്കാരം ഒന്നും എനിക്കില്ല കേട്ടോ. സൗദി അറേബ്യൻ പ്രവാസി ഗൾഫ് കണക്കില്ലേ? പണ്ട് വെച്ച് വെട്ടിക്കൊണ്ടിരുമ്പം ഈ ഒരു സ്മെല്ലേനും. എവിടെ തീർന്നോ? പെട്ടിയൊക്കെ വിളിച്ചു കഴിഞ്ഞു. പെട്ടി വിളിക്കാൻ വേണ്ടി വിളിച്ചതാ. അതല്ലടാ, പെട്ടി വിളിക്കാൻ വീഡിയോ പകർത്താൻ. മുസല്ല, ഇത് മുസല്ല. കാരണം ഞാൻ മക്കയിൽ മദീനയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് മക്കയിൽ നിന്ന് വാങ്ങിയ മുസല്ലയാണ് കേട്ടോ. നല്ല സൂപ്പർ മുസല്ലല്ലേ? ഇനി എത്ര റുപ്യ ഉണ്ടാവും? ഇതിനൊരു 30 റിയാൽ ഉണ്ടാവും. 30 റിയാല് അല്ല, 10 റിയാൽ. ഇത് ഏത് വീട്ടിക്കാന്ന് ഞാനിപ്പോ പറയൂല കേട്ടോ. ഇതിങ്ങനെ മാറ്റി വെച്ചോളി. അതിന് ശേഷം നമ്മള് വീട് കട്ട് ചെയ്തിട്ട് വെളിപ്പെടുത്താം. ടോയ്സോ? ഇതാ, പിന്നെ കട്ടിങ് ബോർഡ് 1, 2 മനൊക്കെ കിട്ടുന്നുണ്ടോ? അതിന്റെ വ്യത്യാസം പറഞ്ഞു കൊടുക്ക്. ഞാനിത് ഡബിൾത്തിന് രണ്ടെണ്ണം കട്ടിയുള്ള ഡബിളാ വാങ്ങിയത്. അത് ഇപ്പോഴും ഉണ്ട് ഇവിടെ. സ്പ്രിങ്കിൾസ്. ഐസി നമ്പർ 1. കഴുത്തിലിട്ടോ. അങ്ങനെ നല്ല രസല്ലേ? ഇത് പിന്നെ നാട്ടിൽ എവിടെയും കിട്ടാത്ത സാധനമാണ്. കിൻഡർ ജോയ്. എല്ലാം ഇവിടെ വെച്ചാൽ കിട്ടുമോ? കുറച്ച് വേണം ഇങ്ങോട്ട് പോരടാ. ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ടോ? ഇത് മുട്ടായി, എന്തോ ഒരു തരം മുട്ടായി. ഇതിനൊക്കെ എത്ര റിയാൽ അറിയോ? 10 റിയാൽ. നമ്മള് ആദ്യം അവിടെ പോയിട്ട് വലിയ റിയാലിന്റെ മുട്ടായി മേടിച്ചു, അവധം പറ്റി. പിന്നെ അവിടെ 10 റിയാൽ കട ഉണ്ട് എന്ന് പറഞ്ഞേ, അവിടെ പോയി. ഇത് ഉമ്മാക്കാണ്. ഉമ്മ ടൈഗർ ബാം, നഗക്കട്ടർ. ടൈഗർ ബാമിന് 10 റിയാല്. ഇത് വേറെ വീട്ടിക്ക് 10 റിയാൽ ഒന്നിന്. അതിന് 7 റിയാല ഒന്നിന്. ഞാൻ കൊണ്ടുവരാൻ കാണാൻ അറിയോ? സൂപ്പർ മാർക്കറ്റ് ഒഴിവാക്കി കട. എന്തെല്ലാം സാധനങ്ങളാണ് അറിയോ? തോക്ക്. തോക്ക്. അയ്യോ,
ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ. ഇത് മുട്ടായി, ഇത് കേക്ക്, ഇത് മുട്ടായി. ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള കേക്കാണെന്ന് പറഞ്ഞത് സൗദി അറേബ്യത്തെ. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞേ. കേക്കൊക്കെ സിക്സർ അടിക്കല്ലേ, പിന്നെ ഞെളങ്ങാതെ നിൽക്കുവോ? എന്റെ ഫേവറേറ്റ് സാധനം ചീസ്. ഇത് പകുതി വേറെ വീട്ടിക്കാണേ. കിൻഡർ ജോയ്, അടുത്ത കേക്ക്. വേറെ വീട്ടുകളിൽ ഏത് വെച്ചു? ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു. ഇത് ഇനി കുറച്ച് അപ്പുറത്ത് വെച്ചു. ആ ടാങ്ക് ഇതാണ് മെയിൻ. ഇത് അമ്മക്കുള്ള ഈ ടാങ്ക്. പാൽപ്പൊടി. പാൽപ്പൊടി എത്ര റിയാലും അറിയോ? 2.5 കിലോ എണ്ണ 60 റിയാലെങ്ങാൻ. പിന്നെ ഞങ്ങള് 30 റിയാലാണ്. ഇത് ബബിൾക്കത്തിന്റെ സെറ്റ്. ഇത് പിന്നെ കുട്ടിയൊക്കെ കളിക്കാറില്ല. അനക്കല്ല, ഈ എല്ലാ കുട്ടി. അടുത്ത ടാങ്ക്. അടുത്ത ടാങ്ക്. ഈ ടാങ്കിനൊക്കെ 35 റിയാലാ. ഇവിടുന്ന് വാങ്ങണ ഇതൊക്കെ ലാഭം. പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോ ഞങ്ങള് വാങ്ങുന്നു 30 റിയാല്. ഇതൊക്കെ 10 റിയാല്. ഇതൊക്കെ കെറ്റൽ നമ്മക്കല്ല, നമ്മളോട് കെറ്റൽ ഇല്ലേ? ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ? JCB. മിഠായി. പറഞ്ഞില്ല ഏത് അക്ക വരുന്നുണ്ട്. അടുത്ത ഫ്ലൈറ്റിൽ വരും. ഇതൊക്കെ മുട്ടായി കേട്ടോ. 10 റിയാൽ മുട്ടായി. 10 റിയാൽ മുട്ടായി. 10 റിയാൽ മുട്ടായി. ഇവിടുത്തെ എത്ര? 10 റിയാൽ എന്ന് പറഞ്ഞാല് 10 × 22 220. ഉപ്പച്ചി പറഞ്ഞ സാധനം അൽമുന്തിരി 1/2 കിലോ. അവിടെ പൊളിച്ച് എന്തെങ്കിലും തുടങ്ങിയോ? അതേതാ ബോക്സ്? നോട്ടെ. അത് പൊട്ടിച്ചിട്ടില്ല, ഊരി പോന്ന. ഏത് ബോക്സാ നോക്കണം നമ്മള്. അല്ലെങ്കിലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുമില്ല. ഭയങ്കര വില, വെയിറ്റ് കൂടിപ്പോയി. ഒരു മുസലിലേക്ക് കൂടി ഉണ്ട്. അനക്ക് വേണോ? അത് വേണോ? വേണോ? അനക്ക് വേണോ? കയ്യിലിട്ടാ അനക്ക് വേണോ? ഇത് എനക്കുള്ളത്. എവിടെ നോക്കട്ടെ. ഇത് ഐസിക്കുള്ളത് തോക്ക്. ഇത് ഐസിക്കുള്ളത്. ഐസിക്ക് ഒന്ന് പേടിപ്പിച്ചല്ലേ? എവിടെ കിൻഡർ ജോയ്? എവിടെ ഈ കിൻഡർ ജോയ് ഐസിക്കുള്ളത്? അമ്മക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇതിൽ തന്നെ എടുത്തു വെക്കണം. അപ്പൊ പെട്ടി ഇതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങി. ഈ സാധനത്തിന് മൊത്തം എത്ര റുപ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10,000 റുപ്യ ആയിട്ടുണ്ടാവും. ഞാനല്ല, ഞാനുണ്ടായിരുന്നു വാങ്ങാൻ പോയപ്പോ. ഒരു ഏകദേശം എനിക്ക് തോന്നണേ 10,000 റുപ്യന്റെ സാധനം ഉണ്ടാവും ഈ കാണുന്നത്. ഇത്രയും സാധനം ഭയങ്കര വില തന്നെ. നാട്ടിലത്തെ അതേ വിലയൊക്കെ തന്നെ അവിടെ ഉണ്ട്. ഇനി സാർ കേറിക്കോ. പർദ്ദ ഇല്ല, ഈ വട്ട ഡ്രസ്സ് ഒന്നും മേടിച്ചിട്ടില്ല. ഇത് വരുന്നതിന്റെ തലേന്ന് പോയിട്ട് മേടിച്ചാണ് എല്ലാം ഞങ്ങള്. അപ്പം ഇതൊക്കെയാണ് നമ്മള് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നത് കേട്ടോ. ഈ മുട്ടായി ഇതൊക്കെ ഇനി കുറെ വീട്ടിൽ ഇത് എത്തിക്കാനുണ്ട്. അപ്പൊ ഞാൻ നാളെ ഇതൊക്കെ നമ്മൾ പോയിട്ട് എത്തിക്കണം. കണ്ണപ്പി ഡിസ്ട്രിബ്യൂട്ടർ കോഴിക്കോടൊക്കെയാണ് പോകേണ്ടത്. അളിയന്റെ പോലെ കോഴിക്കോട്. അപ്പൊ ഇനി ഇത് അങ്ങോട്ടേക്കൊക്കെ ഇത് കൊടുത്ത് വിടണം. ഇതൊക്കെയാണ്. അപ്പം എല്ലാവരോടും ഒന്നുകൂടി പറയാം. പിന്നെ പ്രവാസികളോട് സാധനം പറയരുത്. കുടുംബക്കാര് ഒരു കാരണവശാലും സാധനം വാങ്ങാൻ പറയരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 30 കിലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. 30ന്റെ പുറമെ 1 കിലോ കൂടിക്കഴിഞ്ഞാൽ 53 റിയാലാ. 53 റിയാൽ എന്ന് പറഞ്ഞാൽ എത്രയായി? 1200 റുപ്യായി. സാധനത്തിന് ഉണ്ടാവില്ല അത്രയും. ചില ആൾക്കാരൊക്കെ 1 കിലോ 2 കിലോ ഒഴിവാക്കി തരും. ചില മൂല്യങ്ങളുണ്ട് 1/2 കിലോ കൂടിയ പൈസ കൊടുക്കും. അതായത് 1 കിലോ ബദാം പരിപ്പിന് 30 റിയാലാണെങ്കിൽ
ഒരു ലഗേജിന് 50 റിയാൽ. പിന്നെ എന്ത് കാര്യം? അല്ല പറയുന്നേ. അതുകൊണ്ട് ഇപ്പം അതുപോലെ തന്നെ പ്രവാസികളെ ശമ്പളവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിക്കിന്. അപ്പോൾ ഇവർ ഓരോന്ന് കൂട്ടി വെക്കണ കാണണടാ. ഇവർ പിന്നെ എൻ്റെ റൂമിൻ്റെ അടുത്ത് കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ട്. ഞാൻ നിന്നോട്ട് അളിയൻ്റെ റൂമിൻ്റെ അടുത്ത് കുറച്ച് ഡ്രൈവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും ആലോചിച്ചിട്ടാണ് മേടിക്കുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം നിന്നു. ഒരു ദിവസം ഞാനൊരു 5 ഐസ്ക്രീം നിന്ന് 5 റിയാലായി. ഒരു ഐസ്ക്രീമിന് 1 റിയാൽ. അപ്പോൾ 5 റിയാലിന് പറഞ്ഞാൽ 100 റുപ്യയായി. ഓരോതെന്തൊക്കെ അറിയോ, പിന്നെ ഇങ്ങനെ ആലോചിക്കുക 5 റിയാൽ. ഇത് കറക്റ്റാ. ഇതൊക്കെ ഇത് നമ്മളെ പിന്നെ പെങ്ങളെ രണ്ടാമത്തെ. കഴിഞ്ഞ വട്ടം വീഡിയോ എടുക്കുമ്പോൾ ആശാൻ ഇല്ലേനു, മുഹമ്മദ് മോദി. ഇപ്പോൾ ആശാൻ വലുതായി. ആശാൻ ഞാനൊരു കുരങ്ങുകുട്ടീനെ കൊണ്ടു തന്നിക്കണല്ലോ. ഇഷ്ടമായോ എനിക്ക്? ഇഷ്ടമായോ? ഇവനെ എല്ലാവർക്കും അറിയില്ലേ? ഇവൻ ചെറുതേനും ഇപ്പോഴും ചെറുത് തന്നെയാണ്. ടാറ്റാ. ഡാഡി പോയി. ഡാഡി കണ്ടില്ലേ, കാർ ഉണ്ടെങ്കിലും ഡാഡി കാർ പോല. മോൻ വന്നില്ലേ, ലളിത ജീവിതം വായിക്കുന്ന എന്നിട്ട് ബൈക്ക് അവിടെ കൊണ്ട് വെച്ചിരിക്കണേ. നനഞ്ഞു വരണോ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പം നൈസിനെ പെട്ടി അല്ല ലൂവിനെ പെട്ടിയിലിട്. ലൂവിനെ പെട്ടിയിട്ടാലോ? അയ്യോ അയ്യോ അരി കടത്തി. അല്ല ഭാവി ലിപ്സ്റ്റിക് ഇടാതെ വീഡിയോയില്ല. പെട്ടിയിലോ എവിടെയോ ഇട്ടോ കൊണ്ടുപോയിക്കോ, എനിക്ക് നോക്കാൻ വയ്യ. ഭാവി ലിപ്സ്റ്റിക് ഇടാത്തോണ്ട് വീഡിയോയിൽ വരില്ല. സോറി. എന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ടല്ലോ ഭാവി. ഇന്നലെ എയർപോർട്ടിൽ ഭാവിന് പുള്ളിങ്കോ ചെരുപ്പുണ്ട് അവിടെ. ഇതെവിടെ? അളിയൻ 3000 റുപ്യന്റെ ക്രോക്സ് വാങ്ങിയിട്ട് ഭാവിക്ക് 300 റുപ്യന്റെ പ്രോസ് പിന്നെ 2 സ്ട്രോബെറി വാങ്ങി കൊടുത്തപ്പോ ഭാവി ഫ്ലാറ്റ്. തമ്മേ, ഇതൊക്കെ ഉള്ളിലേക്ക് കയറ്റണല്ലോ. ഇല്ലേ നനിയും. നല്ല സീന് മഴയാണ്. അപ്പൊ ഗൈസ്, അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം